നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, ഡോക്ടർമാരുടെ കുറിപ്പടി വായിക്കാൻ കഴിയുന്നില്ലെന്ന പരാതി പലപ്പോഴും ഉയരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫാർമസിയിൽ നിന്ന് ലഭിക്കുന്ന മരുന്നും ഡോക്ടർ എഴുതിയതും ഒന്നാണോ എന്ന് പലപ്പോഴും ഒത്തുനോക്കാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കഴിയാറില്ല. ചിലപ്പോൾ ഫാർമസിസ്റ്റുകൾക്ക് പോലും ഡോക്ടറുടെ കൈയക്ഷരം മനസ്സിലാവാറില്ല. മരുന്ന് മാറിയാൽ അത് രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യവും വന്നേക്കാം. ഈ സാഹചര്യത്തിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, അതായത് NMC, ഡോക്ടർമാർക്ക് രാജ്യവ്യാപകമായി ഒരു സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുകയാണ്. കുറിപ്പടികൾ വ്യക്തമായിരിക്കണമെന്നും വ്യക്തമായി എഴുതണമെന്നുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവ്യക്തമായ കുറിപ്പടികൾ മൂലമുണ്ടാകുന്ന ഗുരുതര സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ഈ വിഷയത്തിൽ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണം പങ്കുവച്ചിരുന്നു. വായിക്കാൻ കഴിയാത്ത കുറിപ്പടികൾ രോഗിക്ക് തെറ്റായ മരുന്ന് തെറ്റായ അളവിൽ കിട്ടാൻ ഇടയാക്കുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഈ ആശങ്കകൾ കണക്കിലെടുത്താണ് രാജ്യത്തുടനീളമുള്ള ഡോക്ടർമാർക്ക് കുറിപ്പടി സംബന്ധിച്ച് NMC നിർദ്ദേശം നൽകിയത്. മരുന്നുകൾ മാറുന്നത് രോഗികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് ലോകാരോഗ്യ സംഘടന അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരുന്നിന്റെ അളവിലെ ചെറിയ പിഴവ് പോലും വലിയ പ്രത്യാഘാതത്തിന് കാരണമാകും. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ, പ്രായമായവർ, ഒന്നിലധികം മരുന്നുകൾ കഴിക്കുന്നവർ എന്നിവർക്ക് ചെറിയ പിഴവ് പോലും അലർജിയുണ്ടാവാൻ മുതൽ ജീവന് ഭീഷണിയുണ്ടാകുന്ന സങ്കീർണ അവസ്ഥകൾക്ക് വരെ കാരണമായേക്കാം. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ജനുവരി 3-ാം വാരം അവതരിപ്പിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിന്റെ മുഖ്യ ആകർഷണമാവുക എന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുന്നതിനായാണ് സംസ്ഥാന ബജറ്റിനെ കൂടുതൽ ജനകീയമാക്കുന്നത്. ക്ഷേമ പെൻഷൻ വീണ്ടും വർദ്ധിപ്പിക്കൽ, പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ച് പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കൽ എന്നിവ ബജറ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ബജറ്റിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. വലിയ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ബജറ്റ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ധനമന്ത്രി KN ബാലഗോപാൽ, ഉന്നത ഉദ്യോഗസ്ഥർ, സാമ്പത്തിക വിദഗ്ധർ, വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവരുമായി ചർച്ചകൾ നടത്തിയതായി അറിയുന്നു. രാഷ്ട്രീയമായും സാമ്പത്തികമായും നിർണായകമായ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ബജറ്റായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി സർക്കാർ ക്ഷേമ പെൻഷൻ 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കിയിരുന്നു. ഇതിനായി 13,000 കോടി രൂപയാണ് വകയിരുത്തിയത്. സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളല്ലാത്ത ദരിദ്ര കുടുംബങ്ങളിലെ സ്ത്രീകൾക്കും ട്രാൻസ്മോൺ ഉൾപ്പെടെയുള്ളവർക്കും പ്രത്യേക ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ ആശാ വർക്കർമാരുടെ അലവൻസ് വർദ്ധിപ്പിക്കുകയും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ ഒരു ഗഡു അനുവദിക്കുകയും ചെയ്തിരുന്നു. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22-ാം ഗഡുവിന്റെ വിതരണം ഡിസംബർ മാസം മുതലാണ് ആരംഭിക്കുക. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് തന്നെ ഈ ഒരു തുക ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. 4 മാസത്തെ ഇടവേളകളിലായാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസംബർ മാസം മുതലുള്ള 4 മാസങ്ങളിൽ ഏത് മാസങ്ങളിലും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. KYC, ആധാർ സീഡിംഗ് എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് 22-ാം ഗഡു എത്തിച്ചേരുന്നതാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, തൊഴിലുറപ്പ് പദ്ധതിയിൽ നിരവധി മാറ്റങ്ങളാണ് വരുന്നത്. പുതിയ ബില്ലിൽ 100 ദിവസത്തിന് പകരം ഇനി 125 ദിവസമായിരിക്കും തൊഴിലുറപ്പ് ജോലി എന്ന് പറയുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാർ വേതന നിരക്കുകൾ പ്രഖ്യാപിക്കേണ്ടതാണെങ്കിലും നിലവിലുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് വേതനത്തെക്കാൾ കുറവായിരിക്കുകയുമില്ല. അതായത് ഈ ഒരു ദിവസ വേതനത്തിൽ വർധനവും പ്രതീക്ഷിക്കാവുന്നതാണ്. വേതനം ആഴ്ചയിലോ പരമാവധി 15 ദിവസത്തിനുള്ളിലോ നൽകുകയും വേണം. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ല എങ്കിൽ സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ വേതനവും നൽകേണ്ടി വരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിൽ മാറ്റവും വന്നിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് പുതിയതായി ഈ ഒരു പദ്ധതിയുടെ പേര് വരാനിരിക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.